അപ്പോൾ ഗൈസ് നമുക്കിന്നൊരു പണിയുണ്ട്. അതായത് നമുക്കിന്ന് റേഷൻ കടയിൽ പോകണം. എന്നിട്ട് നമുക്ക് തിരക്കുണ്ടെന്നൊക്കെ നോക്കണം. അപ്പം പറഞ്ഞു പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. വന്നിട്ട് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും പോയി കളയാല്ലേ. അപ്പോൾ ഞാൻ നേരെ ഒരു ചെരുപ്പിടാൻ വേണ്ടി നോക്കി ഒരു വള്ളി ചെരുപ്പ് എടുത്തിട്ടാ. അങ്ങനെ നമ്മൾ പോവാണ്. പള്ളി എത്തിയിട്ട് കാണാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പള്ളി എത്തിയിട്ട് കാണാം. പള്ളി ഇപ്പം എത്താറായിട്ടുണ്ട്. ഞാനൊരു കയറ്റം ചവിട്ടി കയറ്റാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ഉണ്ട്, ക്ലാസ്സൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ എക്സാമൊക്കെ തുടങ്ങാൻ വേണം. അപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ. അപ്പോൾ നിങ്ങളും പഠിക്കാനെന്നൊക്കെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും റേഷൻ കടയിൽ എത്തിയിട്ട് കാണാം. കയറ്റം തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. റേഷൻ കടയിൽ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ അവിടുത്തെ വെച്ച് തന്നെ സൈക്കിൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ എന്തായാലും പള്ളി വരണം. ഞാൻ എന്തായാലും പള്ളി ഒന്നുകൂടി കാണിച്ചു തന്നേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി ഗൈസ്. ഉണ്ണീശ് പള്ളി എന്നാണ് പറയണേ. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഇറക്കത്തിലിങ്ങനെ വന്നിരിക്കുകയായിരുന്നു. നമ്മുടെ സൈഡിൽ കാണുന്ന ഓട്ടോ ചേട്ടൻ കുറച്ച് ചേർത്താണ് വളവായപ്പോൾ എടുത്തത്. നമ്മൾ ബ്രേക്ക് പിടിച്ചെങ്കിലും പുള്ളി കുറച്ച് അടുത്തായിരുന്നു. പക്ഷേ എന്നാലും പുള്ളി വളവായപ്പോൾ നടുക്കോട്ടായി മാറി. രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളിതേ വീടെത്താറായി. അപ്പാപ്പനോട് പറയാൻ വേണ്ടി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഏതായാലും വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിലെ വഴിയിലെത്തിയില്ലേ കൂടി ഫോണും പിടിച്ചുകൊണ്ട് ചവിട്ടുന്ന ഇച്ചിരി പനി പിടിച്ച പരിപാടിയാണ്. പണിയാണ് ഗൈസ് മൊത്തത്തിൽ. അങ്ങനെ ഗൈസ് നമ്മൾ സൈക്കിളിലൂടെ വെച്ചാൽ അപ്പാപ്പൻ പറഞ്ഞു നമുക്ക് എന്തായാലും നടന്ന് തന്നെ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നടക്കാനുള്ള പരിപാടിയിൽ നമ്മളിങ്ങനെ ഗേറ്റും അടച്ച് വീട് ഇങ്ങനെ അടച്ചിട്ട് പോവാൻ വേണ്ടി ഗേറ്റ് അടച്ചപ്പോഴേക്കാണ് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞത്, എടാ റേഷൻ കാർഡ് എടുത്തിട്ടില്ല, പോയി എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ റേഷൻ കാർഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ റേഷൻ കാർഡും എടുത്ത് അപ്പാപ്പൻ അപ്പുറത്തെ വഴി വരാമെന്ന് പറഞ്ഞു, തറവാടിൻ്റെ വഴി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈസ് അപ്പാപ്പൻ്റെ കാലിന് ചെറിയ പൊട്ടലുണ്ട്. അതായത് ഇപ്പോൾ മാറി. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോയും പിടിച്ച് വന്നത്. അപ്പോൾ റേഷൻ കടയിലെത്തി. ഞാൻ ഓട്ടോനെ പറഞ്ഞു വിട്ട് നമ്മളിവിടെ വീണ്ടും ക്യൂ ആയി ഗൈസ്. ഞാൻ വന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഭയങ്കര തിരക്കായി. അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു 2 പട്ടികൾ വന്നു. ഞാൻ അവരെ നോക്കി നിന്നപ്പോൾ സൈഡിൽ കൂടി വേറെ ഒരാളും വന്നു കേട്ടോ. അപ്പോൾ അവനെ നോക്കി നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അതിൻ്റെ അടി കയറി കിടപ്പായി, ഓട്ടോയുടെ അടി കയറി കിടപ്പായി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിടക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നോക്കി നിന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിൽ പരിപാടി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റ് ബസ് പ്രകാശിൻ്റെ വണ്ടി അതൊക്കെ പോകുന്നുണ്ടായി. അപ്പോൾ തന്നെ നമ്മുടെ ഓട്ടോ എത്തി കേട്ടോ. ഓട്ടോയിലോട്ട് നമ്മൾ അരിയും ആട്ടയൊക്കെ എടുത്ത് വെച്ച് 8 കിലോ അരിയും 2 കിലോ ആട്ടയും ഉണ്ടായി. അങ്ങനെ ഗൈസ് ഇതൊക്കെ വീണ്ടും ഫ്രണ്ടിലെത്തിച്ച് ഇപ്പോൾ സമയം 12:15. അപ്പോൾ ഞാൻ പോയി പഠിക്കട്ടെ. ബായ്.